Hi all. Today we are going to discuss BEGC 106 Popular Literature, Block 3, Unit 3, Science Fiction and Introduction എന്നുള്ള ഒരു പാർട്ട് ആ ഒരു യൂണിറ്റാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് വളരെ ചെറിയൊരു യൂണിറ്റാണ്. കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോട്ട് എഴുതിയാൽ നിങ്ങൾക്ക് അതൊരു പിന്നീട് നിങ്ങൾക്ക് എക്സാം ആകുമ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി പോയാൽ മതിയാവും കേട്ടോ. ചെറിയ രീതിയിലെങ്കിലും നോട്ട് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പം നമുക്കിതിൽ ആദ്യം നോക്കേണ്ടത് എന്താണ് സയൻസ് ഫിക്ഷൻ. അത് ആദ്യം അറിഞ്ഞിരിക്കണം. എന്താണ് സയൻസ് ഫിക്ഷൻ എന്ന് പറയുന്നത്? നമ്മുടെ ശാസ്ത്രം അതുപോലെ തന്നെ ഒരു സ്റ്റോറി, ഈ രണ്ട് സംഭവങ്ങളെ കൂട്ടിച്ചേർത്തുണ്ടാക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? സയൻസ് ഫിക്ഷൻ എന്ന് പറയുന്നത്. ഇതിലെന്താണ് പുതിയ സൊസൈറ്റിയെ, പുതിയ പുതിയ ലോകങ്ങൾ, അതുപോലെ തന്നെ ടെക്നോളജീസ്, ഇങ്ങനത്തെ പല സംഭവങ്ങളും ഇതിലൂടെ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. അഥവാ ഇതൊരു വെറും ഒരു ഫുൾ ഓഫ് ഇമാജിനേഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ എന്താണ്, നമ്മുടെ ഒരു ഫ്യൂച്ചറിന്റെ കുറച്ച് സാധ്യതകൾ അതിലുണ്ടാവും എന്നുള്ളതാണ്. അത് പൂർണ്ണമായിട്ടും നമുക്ക് ഫ്യൂച്ചറിൽ അങ്ങനെ ആവും എന്നൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. പക്ഷേ അതിന്റെ ചെറിയൊരു സാധ്യതകൾ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ജെൻഡർ, കാസ്റ്റ്, പൊളിറ്റിക്സ്, അധികാരം, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാകത്തിനുള്ള സംഭവങ്ങളാണ് ഈ ഒരു സയൻസ് ഫിക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് സാധാരണ സാഹിത്യങ്ങളെക്കാട്ടിലും കുറച്ച് ഒരു വേറിട്ട ഒരു വായനാ രീതി. ഒന്നും കൂടി എന്താണ്, ഇതിനെ കുറിച്ചിട്ടൊന്നും അറിയാത്ത ആളുകൾക്ക് ചിലപ്പം ഇതൊന്നും വായിച്ചാലും ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളുന്നില്ല. ഒരു സ്റ്റാൻഡേർഡ് കൂടിയിട്ടുള്ള ഒരു എഴുത്താണ് ഈ സയൻസ് ഫിക്ഷനിൽ ഉണ്ടാവുക. കാരണം ശാസ്ത്രം അതിൽ ഇൻക്ലൂഡ് ആകുമ്പം ഒന്നും കൂടി അതിനെക്കുറിച്ചിട്ട്, സയൻസിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയുന്ന ആളുകൾക്കായിരിക്കും അത് കൂടുതലായിട്ട് ആ ഒരു വായനക്കുള്ള ആ ഒരു നേക്ക് അവർക്ക് കൊടുക്കുള്ളൂ. അതാണ് സയൻസ് ഫിക്ഷൻ എന്നതുകൊണ്ട് ചെറിയൊരു സമ്മറി പറയുകയാണെങ്കിൽ അതാണ് സയൻസ് ഫിക്ഷൻ എന്ന് പറയുന്നത്. ഇത് മാത്രം മനസ്സിലാക്കി വെക്കാം. ഇന്ന് നാം ജീവിക്കുന്ന കാലം തന്നെ എന്താണ്, ഈ സയൻസ് ഫിക്ഷൻ പോലെയാണ് എന്നുള്ളതാണ്. പുതിയ ടെക്നോളജീസ്, കമ്മ്യൂണിക്കേഷൻ വിപ്ലവം, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡിജിറ്റൽ സ്റ്റിമുലൈസേഷൻ തുടങ്ങിയിട്ടുള്ള പല പുതിയ സംവിധാനങ്ങളും എന്താണ് ഇപ്പം നമ്മുടെ ജീവിതം എന്താണ് സയൻസ് ഫിക്ഷനിലോട്ട് അടുപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ ഇപ്പം നടക്കുന്ന സംഭവങ്ങളാണ്. ഇതൊക്കെ ഇതിനു മുമ്പ് സയൻസ് ഫിക്ഷൻ ആയിട്ട് വന്ന സംഭവങ്ങളായിരിക്കും. ഇനി അങ്ങനെയൊക്കെ ഉണ്ടാവാം എന്നുള്ള രീതിയിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിപ്പം ഈ AI കാലഘട്ടമായി. ഇനി എന്താണ്, ഇനി ഇതിൽ പറയുന്ന പല സംഭവങ്ങളും ഇപ്പം നമുക്കറിയാം. സയൻസ് ഫിക്ഷൻ എക്സാമ്പിളാണ് ഫ്രാങ്ക്സ്റ്റീൻ എന്ന് പറയുന്ന, നമ്മൾ നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഫ്രാങ്ക്സ്റ്റീൻ ഒരു കൃത്രിമമായിട്ട് ഒരു ജീവിയെ ഉണ്ടാക്കുകയും പിന്നീട് എന്താണ് ആ ജീവിയെ കൊണ്ട് പിന്നെ ഉണ്ടാക്കിയ ആൾ ക്രിയേറ്റർ അതിനെ കൊണ്ട് കുടുങ്ങുകയും ആ ഒരു ജീവനെ സംബന്ധിച്ച് അത് ഒറ്റപ്പെട്ടു പോവുകയും അപ്പം പിന്നീട് എന്താണ് എനിക്കൊരു ഇണയെ ഉണ്ടാക്കി തരാൻ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം അയാൾ സമ്മതിച്ചു. പിന്നെ അയാൾ ആലോചിച്ചപ്പോൾ എന്താണ്, ഒരു ഇണയെ ഉണ്ടാക്കി കൊടുത്താൽ പിന്നെ എന്താ അവർക്ക് കുട്ടികളായി മക്കളായി എന്താണ് ഈ ലോകം തന്നെ അവർ കാരണം നശിച്ചു പോകേണ്ട ഒരു അവസ്ഥ വരുമ്പം ആ ഒരു സംഭവം അയാൾ അതിനെ വിലക്കുകയും ചെയ്യുന്നു. അങ്ങനെ എന്താണ്, അങ്ങനത്തെ ഉള്ള ഒരു സ്റ്റോറിയാണ് ഫ്രാങ്ക്സ്റ്റീൻ എന്ന് പറയുന്ന സ്റ്റോറി. അപ്പം എന്താണ്, ഇതൊക്കെ ഒരു ഇമാജിനേഷൻ ആണ്. ഭാവിയിൽ ചിലപ്പം അങ്ങനെ ഉണ്ടായിക്കൂടാ ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഒരു ജീവി എന്നല്ല, ഇപ്പം റോബോട്ടുകൾ ഉണ്ടല്ലോ. ഇങ്ങനത്തെ പല സംഭവങ്ങളും എന്താണ് ഒരു സ്റ്റോറി എന്നുള്ളതിനപ്പുറം എന്താണ് ഒരു സയൻസ് കൂടി കലർന്ന സംഭവങ്ങൾ ആണ് ഇതിൽ സയൻസ് ഫിക്ഷൻ ആയിട്ട് വരിക എന്നുള്ളത്. അതുപോലെ തന്നെ ഒരു കാലത്ത് ഈ ഒരു സയൻസ് ഫിക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര താഴ്ന്ന രീതിയിലുള്ള ഒരു വേസ്റ്റ് റൈറ്റിംഗ് ആയിട്ടൊക്കെ ആയിരുന്നു ഇതിനെ കൺസിഡർ ചെയ്തിരുന്നത്. പക്ഷേ 1960 എന്താണ് അമേരിക്കയിലും ബ്രിട്ടനിലൊക്കെ എന്താണ് ഇത് ഒരു അംഗീകൃതമായിട്ടുള്ളൊരു ഒരു സ്റ്റഡി മെറ്റീരിയൽ ആയിട്ട് ഇത് മാറി എന്നുള്ളതാണ്. ജോർജ് ഓർവെൽ എഴുതിയിട്ടുള്ള 1984, അതുപോലെ തന്നെ മാർഗരറ്റ് അറ്റ്വുഡ് എഴുതിയിട്ടുള്ള ദ ഹാൻഡ്മെയ്ഡ്സ് ടെയിൽ, ദെൻ തോമസ് ഫിന്തൻ എഴുതിയിട്ടുള്ള ഗ്രാവിറ്റീസ് റെയിൻബോ, ഇതൊക്കെ സയൻസ് ഫിക്ഷന്റെ പരിധിയിൽ വരുന്ന സംഭവങ്ങളായിരുന്നെങ്കിൽ പോലും ആദ്യം ഇതിന് അവരുടെ ഒരു ജാനറിനെ തന്നെ മറികടക്കുന്ന സൃഷ്ടികളായിട്ടായിരുന്നു ഇതൊക്കെ പരിഗണിച്ചിട്ടുണ്ട്. പിന്നീട് അത് സയൻസ് ഫിക്ഷന്റെ ഭാഗമാക്കി അംഗീകരിച്ചു. പിന്നീട് പറയുന്ന കാര്യം, പല ആളുകളും ഇതിനെക്കുറിച്ചിട്ട് പല അഭിപ്രായം പറഞ്ഞിട്ടോ. അതിൽ റോസ് പറഞ്ഞു എന്താണ്, ഈ സയൻസ് ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ വായിക്കാനും അതുപോലെ തന്നെ അത് മനസ്സിലാക്കാനും കുറച്ച് കഴിവുകൾ വേണം. സാധാരണ സാഹിത്യത്തിൽ നിന്ന് ഇത് വ്യത്യസ്തമാണ് എന്നുള്ള പറഞ്ഞു. ശരിയാണ്, ചിലപ്പം അങ്ങനെ നമുക്ക് തോന്നാം. അതുപോലെ തന്നെ ചില പറഞ്ഞത് ഈ സയൻസ് ഫിക്ഷൻ എന്ന് പറയുന്ന പഴയ വിശ്വാസങ്ങളെയും ചോദ്യം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ ഇനി വരാൻ പോകുന്ന ഒരു ദാർശനിക സൃഷ്ടികളൊക്കെ ഇത് ചോദ്യം ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലും പലരും പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട് കേട്ടോ അതിനെ കുറിച്ചിട്ടും. അതിൽ ഒരുപാട് വരുന്നുണ്ട് നമ്മൾ ടെക്സ്റ്റിൽ. അതൊക്കെ തന്നെയാണ് കാര്യമായിട്ട് ഒരു യൂണിറ്റിൽ പറയുന്നത്. പക്ഷേ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില വേർഡ്സ് മാത്രം എടുത്ത് പറയുന്നത് മാത്രം. പിന്നീട് നമുക്ക് വരുന്നത് ടുവാർഡ്സ് എ യൂസ്ഫുൾ ഡെഫിനേഷൻ ഓഫ് സയൻസ് ഫിക്ഷൻ, റീഡിഫൈനിങ് ദ ജോണർ എന്ന് പറയുന്നുണ്ട്. ഇതിൽ പറയുന്നത് ഈ സയൻസ് ഫിക്ഷൻ എന്താണ്, ഒരു സ്ഥിരമായിട്ടുള്ള രൂപമല്ല. പല വിധത്തിലും അത് മാറിക്കൊണ്ടേയിരിക്കും. ഇതിൻ്റെ ഒരു സാഹിത്യം തന്നെ ഒരു വ്യത്യസ്തമാണ്. അഥവാ ഓരോ കാലഘട്ടം മാറുമ്പം ഈ ഒരു സയൻസ് ഫിക്ഷന്റെ രൂപവും മാറുന്നു എന്നുള്ളതാണ്. ഇപ്പം ഈ ഒരു AI കാലഘട്ടത്തിന് മുമ്പുള്ള സയൻസ് ഫിക്ഷൻ അല്ല ഈ ഒരു AI കാലഘട്ടത്തിൽ ഉണ്ടാവുന്ന സയൻസ് ഫിക്ഷൻ. അത് രണ്ടും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുണ്ടാവും. പക്ഷെ ഒരൊറ്റ നിർവചനം ഈ ഒരു സയൻസ് ഫിക്ഷന് കൊടുക്കാൻ വന്നാൽ പലരും പറയുന്നത് എന്താണ്, മാഡ്നസ്, ഒരുതരം ഒരു ഭ്രാന്ത് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇതിനെ പറയുന്നത് എന്നുള്ളതാണ്. ഇതിൽ പല സംഭവങ്ങളും ചിലപ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. ചില സംഭവങ്ങൾ ഒരിക്കലും നടക്കാത്ത സംഭവങ്ങൾക്ക് ഒരു ഇമാജിനേഷൻ എന്നുള്ള രീതിയിൽ വരും. പക്ഷേ അത് ഫുള്ളായിട്ടുള്ള ഇപ്പം നമ്മൾ കഴിഞ്ഞ ഇതിൽ പഠിച്ച പോലെയുള്ള
ഒരു അഡ്വഞ്ചേഴ്സ് പഠിച്ചല്ലോ. നമ്മുടെ ആ ആ ഒരു ടൈപ്പിൽ അതൊന്നും ഒരിക്കലും നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല, അത് ശരിയാണ്. പക്ഷേ ഇങ്ങനത്തെ ഇതിൽ പറയുന്ന പല സംഭവങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാം. ഭാവിയിൽ അങ്ങനെ ആയിക്കൂടാ എന്നില്ല എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. ചിലർ പറയുന്നുണ്ട് ഇതെന്താണ് ഒരു മോഡേൺ മിത്താണ് ഇതിൽ പ്രതിനിധീകരിക്കുന്നത്. ചിലർ പറയുന്നത് റെപ്രസെന്റേഷൻ ഓഫ് ഫ്യൂച്ചർ ആണെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ പല ആളുകളും പല അഭിപ്രായങ്ങൾ ഇതിൽ വരുന്നു എന്നുള്ളതാണ്. അതുപോലെ സയൻസ് ഫിക്ഷനിൽ പൊതുവായിട്ട് കണ്ടുവരുന്ന കുറച്ച് ഘടകങ്ങളുണ്ട്. ആലിയൻ, അതുപോലെ തന്നെ AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സ്പേസ് ട്രാവൽ, ടൈം ട്രാവൽ, ഫ്യൂച്ചറിസ്റ്റിക് ടെക്നോളജീസ്, ഇതൊക്കെ സാധാരണ അതിൽ കണ്ടുവരുന്ന പൊതുവായിട്ടുള്ള ഘടകങ്ങളാണ്. ഒക്കെ മനസ്സിലാക്കി വെക്കട്ടോ. എന്താ പറയുന്നത് അങ്ങനെയൊന്നും വിചാരിക്കണം. എല്ലാം ഒന്ന് കേട്ട് പോവുക, പോയിന്റുകൾ മാത്രം നോട്ട് എഴുതാം. പിന്നീട് അടുത്ത് പറയുന്നതാണ് ജോൺറസ് ഓർ മോഡ്. ഈ ഒരു സയൻസ് ഫിക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു ജോൺറ ആണോ എന്ന് ചോദിച്ചാൽ അതിന് തെളിയിക്കുന്ന ഒരു ബോർഡേഴ്സും ഒന്നും ഇല്ല എന്നുള്ളതാണ് സ്കോളേഴ്സ് പറയുന്നത്. സാധാരണ സാഹിത്യങ്ങളെക്കാൾ അഥവാ സാധാരണ സാഹിത്യ ശാഖകൾക്ക് അഥവാ ഈ ജോൺറേഴ്സ് എന്ന് പറയുന്നത് അതാണ് ഈ സാഹിത്യ ശാഖകൾ എന്ന് പറയുന്നത് കേട്ടോ. അതിലുള്ള ഈ ജോണേഴ്സിന് എന്താണ് നിശ്ചിത നിയമങ്ങളുണ്ട്, അതിന് ചില പരിധികളൊക്കെ ഉണ്ട്. പക്ഷേ ഈ സയൻസ് ഫിക്ഷൻ്റെ കാര്യം വരുമ്പം ഇത് അതിനൊക്കെ മറികടക്കുന്ന രചനാശൈലിയാണ് ഈ സയൻസ് ഫിക്ഷനിൽ കാണപ്പെടുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഫെറ മെഡൽസൺ പറയുന്നുണ്ട് എന്താണ് ഈ സയൻസ് ഫിക്ഷൻ എന്ന് പറയുന്നത് ഒരു ജോൺറ അല്ല, ശരിക്കും മറിച്ച് അതൊരു മോഡാണ്, ഒരു സൈസ് ഓഫ് മോഡ്. ഇപ്പം നമ്മളൊരു ഒരു ജോൺറ എടുക്കുക, ഒരു റൊമാൻസിൻ്റെ ഇതെടുക്കുക, അല്ലെങ്കിൽ ഒരു ഹൊററിൻ്റെ എടുക്കുകയാണെങ്കിൽ അത് മാത്രമേ ഇത് വരുള്ളൂ. പക്ഷേ ഈ സയൻസ് ഫിക്ഷനിൽ എന്താണ് എല്ലാത്തിൻ്റെയും ഒരു മോഡാണ് ഇതിൽ വരിക എന്നുള്ളതാണ്. റൊമാൻസ് വരും, ഹൊറർ വരും, അതുപോലെ തന്നെ മിസ്റ്ററി വരും, ത്രില്ലർ വരും. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഈ സയൻസ് ഫിക്ഷനിൽ ഇൻക്ലൂഡഡ് ആണ് എന്നുള്ളതാണ്. അപ്പം അതിനൊരു ബോർഡർ വെച്ച് നിശ്ചയിക്കാനോ നിയമിക്കാനോ പറ്റൂല. അതിൻ്റെ രചനാശൈലി എന്താണ് അതിനും അപ്പുറത്തേക്കുള്ളതാണ്. പിന്നീട് പറയുന്നതാണ് ഹിസ്റ്ററി ഓഫ് സയൻസ് ഫിക്ഷൻ പറയുന്നുണ്ട്. ഈ ഒരു സയൻസ് ഫിക്ഷൻ്റെ തുടക്കം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ആൻഷ്യൻ്റ് ഗ്രീക്കിൽ അതിൽ ഫസ്റ്റ് ഒരു യാത്രാവിവരണമൊക്കെ ആയിട്ടാണ് അതിൽ ആദ്യം വന്നിട്ടുള്ളത്. പിന്നെ 16th സെഞ്ചുറിയൊക്കെ എത്തുമ്പോൾ നമ്മുടെ പ്രൊട്ടസ്റ്റന്റിന്റെ ആ ഒരു ടൈമിൽ അവരുടെ ഒരു കൾച്ചറിന്റെ ആ ഒരു വളർച്ചയോടൊപ്പം തന്നെ ഈ ഒരു സയൻസ് ഫിക്ഷനും ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ്. പിന്നീടാണ് ഗോതിക് ഫിക്ഷന് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഫ്രാങ്സ്റ്റീൻ ഒക്കെ പോലെ അതായത് ഈ സയൻസ് ഫിക്ഷന്റെ ഒരു മോഡേൺ ഒരു ഒറിജിനായിട്ട് നമുക്ക് കണക്കാക്കപ്പെടുന്നത് ആരാണ്, ഈ ഒരു ഫ്രാങ്സ്റ്റീൻ എന്ന് പറയുന്ന ഒരു നോവലാണ്. അതാണ് പിന്നെ ഇതിൽ പറയുന്നത്. പിന്നെ ഇതിന്റെ ഒരു ടൈപ്പോളജി പറയുന്നത് പലതരത്തിലുള്ള ഈ സയൻസ് ഫിക്ഷനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഇതിൽ 4 ടൈപ്പ് ഓഫ് സയൻസ് ഫിക്ഷനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ വിഭാഗമാണ്. ഇതൊക്കെ മനസ്സിലാക്കി വെക്കട്ടെ. ഈ സയൻസ് ഫിക്ഷനെ കുറിച്ചിട്ട് എന്ത് ചോദിച്ചാലും നമുക്ക് ഇതൊക്കെ ഇൻക്ലൂഡ് ആക്കി എഴുതാൻ പറ്റും. അപ്പോൾ ഇതിന്റെ ഹെഡിങ്ങും അതിൽ പറയുന്ന അതെന്താണെന്നുള്ളത് മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ നിങ്ങളുടേതായിട്ടുള്ള ഭാഷയിൽ അങ്ങ് തകർത്തെഴുതുക. അതിൽ ഫസ്റ്റ് പറയുന്നത് ഹാർഡ് സയൻസ് ഫിക്ഷൻ എന്ന് പറയുന്നത്. ഇതിൽ വരുന്ന വിഭാഗം എന്താ വെച്ചാൽ ശാസ്ത്രത്തിനും അതുപോലെ തന്നെ ടെക്നോളജിക്കലായിട്ടുള്ള ആ ഒരു കൃത്രിമത്വത്തിനൊക്കെ വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഈ ഒരു ഫിക്ഷനാണിത്. ഈ ഒരു കഥകളിൽ ഉപയോഗിക്കുന്ന ആശയങ്ങൾ എന്താണ്, ശാസ്ത്രീയമായിട്ട് ചിലപ്പം സാധ്യത ഉള്ളതായിരിക്കാം, അല്ലെങ്കിൽ സാധ്യത ഇല്ലാത്തതുമായിരിക്കാം. പക്ഷെ എന്താ ഇതിന്റെ ലക്ഷ്യം, ഈ ഒരു ഹാർഡ് സയൻസ് ഫിക്ഷൻ ലക്ഷ്യം എന്താ വെച്ചാൽ നമ്മുടെ ശാസ്ത്രത്തിന്റെ പ്രാധാന്യം ഈ ആളുകൾക്ക് അറിയിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ശാസ്ത്രം ഇങ്ങനെയൊക്കെ ഉണ്ട് ഒക്കെ ഉള്ള അതിന്റെ ഒരു പ്രാധാന്യം ആളുകൾക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ശാസ്ത്രത്തിനും അതുപോലെ തന്നെ ടെക്നോളജിക്കലായിട്ടുള്ള കൃത്രിമത്വത്തിനൊക്കെ വളരെ പ്രാധാന്യം കൊടുക്കുന്ന എഴുത്തിനെയാണ് എന്ത് പറയുക ഹാർഡ് സയൻസ് ഫിക്ഷൻ എന്ന് പറയുന്നത്. അതൊരു എക്സാമ്പിൾ പറയുന്നത് അഥവാ നമ്മുടെ ബഹിരാകാശത്തെ കുറിച്ചിട്ട്, സാങ്കേതിക കണ്ടുപിടുത്തങ്ങളെ കുറിച്ചിട്ട്, ഭൗതിക ശാസ്ത്രങ്ങളെ കുറിച്ചിട്ട് ഇതിനെ കുറിച്ചിട്ടൊക്കെ കഥകളാണ് ഈ ഒരു ഹാർഡ് സയൻസ് ഫിക്ഷനിൽ വിടുക. ഇതിന് എക്സാമ്പിൾ പറയുന്നത് ക്ലാർക്ക് എഴുതിയിട്ടുള്ള ഹൈഡ് ആൻഡ് സീക്ക് 1949 എഴുതിയിട്ടുള്ള ഹൈഡ് ആൻഡ് സീക്ക് എന്ന് പറയുന്നൊരു റൈറ്റിംഗ് ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നുണ്ട്. ദെൻ രണ്ടാമത്തെ വിഭാഗമാണ് ന്യൂ വേവ് സയൻസ് ഫിക്ഷൻ എന്ന് പറയുന്നത്. 1960 നമ്മുടെ സയൻസ് ഫിക്ഷൻ കൂടുതലൊന്നും കൂടെ ഗൗരവമായിട്ടുള്ളൊരു സാഹിത്യ രൂപമായിട്ട് ഉയർത്തിയത്. അഥവാ ഈ ഹാർഡ് സയൻസ് ഫിക്ഷനിൽ നിന്ന് മാറി എന്താണ് സമൂഹം, അതുപോലെ തന്നെ രാഷ്ട്രം, സൈക്കോളജി, സെക്ഷുവാലിറ്റി, ഇങ്ങനത്തെ പല കൂടുതൽ സംഭവങ്ങളും അന്വേഷിച്ചു എന്നുള്ളത്. യഥാർത്ഥ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, വാർസ് ആയിക്കോട്ടെ, ക്യാപിറ്റലിസം, ഇതിനൊക്കെ തീവ്രമായിട്ട് വിമർശിക്കുന്ന എഴുത്തുകളാണ് ന്യൂ വേവ് സയൻസ് ഫിക്ഷനിൽ പെടുന്നത്. ന്യൂ വേവ് സയൻസ് ഫിക്ഷൻ കേട്ടോ. അതിലെന്താണ് യഥാർത്ഥ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, വാർസ്, ക്യാപിറ്റലിസം, ഇങ്ങനത്തെ പല പൊളിറ്റിക്കലായിട്ടുള്ള പല പ്രശ്നങ്ങളും അതിനെ തീവ്രമായിട്ട് വിമർശിച്ച് എഴുതുന്ന സയൻസ് ഫിക്ഷനെയാണ് ന്യൂ വേവ് സയൻസ് ഫിക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലാക്കി വെക്കുക. അതിന് എക്സാമ്പിൾ ബലാഡ് എഴുതിയിട്ടുള്ള കേജ് ഓഫ് സാൻഡ്, അതാണ് ഇതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ദെൻ മൂന്നാമത്തെ വിഭാഗമാണ് ഉട്ടോപ്യൻ സയൻസ് ഫിക്ഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമുക്ക് അടുത്ത യൂണിറ്റിലും ഇത് പറയുന്നുണ്ട്. ഇതിൽ പറയുന്നത് സാധാരണ നിലനിൽക്കുന്ന സമൂഹത്തെ, നമ്മുടെ ഇപ്പോഴുള്ള സമൂഹത്തിനേക്കാൾ കൂടുതൽ മികച്ച ഒരു സമൂഹത്തിൻ്റെ ഒരു സങ്കല്പ രീതിയാണ് ഇതിൽ പറയുന്നത്. നമ്മൾ സോഷ്യൽ അതുപോലെ തന്നെ പൊളിറ്റിക്കലായിട്ടുള്ള പല ഘടനകളും പുതിയൊരു രചനയിൽ എന്താണ് അതിനെ പുനർക്രമീകരിക്കുക എന്നുള്ളതാണ്. ഇതൊന്നും കേട്ട് ബേജാറാവണ്ട, ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഒരു ശാസ്ത്രത്തിൻ്റെ ആ ഒരു ശാസ്ത്രത്തിൻ്റെ ഒരു പുരോഗതിയിലൂടെ എന്താണ് ഒരു രോഗങ്ങളൊന്നും ഇല്ലാത്തൊരു ലോകം സൃഷ്ടിക്കുക. ഇമാജിനേഷനാണ്, പക്ഷെ നമുക്ക് തള്ളിക്കളയാൻ പറ്റുമോ? അങ്ങനത്തെ ഒരു ലോകം ഇനി ഉണ്ടായിക്കൂടായിരുന്നില്ല, ഇല്ലല്ലോ. ഏതെങ്കിലും കാലത്ത് ചിലപ്പം ഒരു രോഗങ്ങളും ഇല്ലാത്ത ആളുകളൊക്കെ
ഒരു ലോകം സൃഷ്ടിക്കാനൊക്കെ മേ ബി ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് എന്താണ് വെറും ഒരു ഇമാജിനേഷനായിട്ട് മാത്രം അതിനെ തള്ളിക്കളയാൻ പറ്റില്ല. അപ്പം അതുപോലെ തന്നെ ഒരു ഇക്വാളിറ്റി അല്ലെങ്കിൽ ഒരു പോവർട്ടി ഒന്നുമില്ലാത്തൊരു സമൂഹം, ആ, ഒരു പ്രശ്നങ്ങളും ഇല്ലാത്തൊരു സമൂഹം, ഇത് ഇങ്ങനത്തെ സമൂഹത്തിനാണ് എന്ത് ഇങ്ങനെ നിർമ്മിച്ചെടുക്കുന്ന സമൂഹത്തിലുള്ള ആ ആ ടൈപ്പ് ഓഫ് എഴുത്തുകളെയാണ് എന്ത് പറയുന്നത് ഉട്ടോപ്യൻ സയൻസ് ഫിക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അവിടെ എന്താണ് ഒരു പ്രശ്നങ്ങളോ ഒരു ഒരു ഒന്നും ഇല്ല. ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ള അടുത്ത വർക്ക് നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു യൂട്ടോപ്യൻ സയൻസ് ഫിക്ഷനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. സോ അങ്ങനത്തെ ഒരു ലോകത്തിൽ നടക്കുന്ന ചെറിയൊരു സംഭവത്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് നമുക്ക് ഇനി അടുത്ത് പഠിക്കാനുള്ളത്. അപ്പം അത് എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ? ഞാൻ അവസാനമായിട്ട് പറയുന്നത് സൈബർ പങ്ക്. 1980-കളിലാണ് ഇത് ഈ ഒരു സംഭവം ഉണ്ടായത്. ഈ സൈബർ മീൻസ് നമുക്കറിയാം AI, അതുപോലെ തന്നെ നെറ്റ്വർക്ക്, കമ്പ്യൂട്ടർ, ഇതിനൊക്കെ എന്ത് സൈബർ എന്നുള്ളൊരു പൊതുവായിട്ടുള്ളൊരു ഒരു ധാരണ എന്ന് പറയുന്നത്. അതുപോലെ പങ്ക് എന്ന് പറയുന്നത് അതിരുകൾക്ക് പുറത്തുള്ളവരെന്ന് പറയും. അതാണ് ഈ പങ്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഥവാ ഈ ഒരു ടൈപ്പിൽ എന്താണെന്നുണ്ടാവുക വെച്ചാൽ ഹൈടെക് ആയിട്ടുള്ള ഒരു ലോകം, അതുപോലെ തന്നെ ലോ ലൈഫ്, ഭയങ്കര ഹൈടെക് ആയിട്ടുള്ള ലോകം ഉണ്ടെങ്കിൽ തന്നെ തൻ്റെ അതിരുകൾക്ക് പുറമേ നിന്ന് നോക്കുന്ന ആളുകളുടെ ഇതിലെ ഹീറോ എന്തായിരിക്കും? ആ സമൂഹത്തിന് ഏറ്റവും ഉയർന്ന നിലയിലുള്ള ആളുകളായിരിക്കില്ല. അവരുടെ ആ ഒരു വലിയ ഉന്നതത്തിൽ നിന്ന് മാറി സാധാരണക്കാരുടെ രീതിയിൽ എന്നുള്ള രീതിയിലുള്ള ആളുകളായിരിക്കും ഇതിലെ ഹീറോസ് ആയിട്ട് വരുന്നത്. ആ ടൈപ്പ് ഓഫ് ഫിക്ഷനാണ് എന്ത് പറയുക, സൈബർ പങ്ക് സയൻസ് ഫിക്ഷൻ എന്ന് പറയാം. മനസ്സിലായല്ലോ? ലോകം എന്തായിരിക്കും ഭയങ്കര ഹൈടെക് ആയിരിക്കും, പക്ഷെ മനുഷ്യന്മാരുടെ ജീവിതം എന്തായിരിക്കും ഭയങ്കര ലോ ലോ ലെവലിലുള്ള ലൈഫ് നയിക്കുന്ന ആളായിരിക്കും. അതിലെ ഹീറോ എന്തായിരിക്കും അവരുടെ ഹൈടെക് ആയിട്ടുള്ള ആ ഒരു സമൂഹത്തിന് പുറത്ത് നിന്ന് ഉള്ള ആളുകളായിരിക്കും ഇതിലെ ഹീറോയിസ് ആയിട്ട് വരുന്നത് എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ടെക്സ്റ്റിൽ പറയും തീംസ് എന്നുള്ള ലാസ്റ്റ് ടൈറ്റിൽ വരുന്നുണ്ട്. ഇതിൽ പറയുന്നത് നമ്മുടെ ഈ ഒരു ഈ സയൻസ് ഫിക്ഷനിൽ ഈ കുറച്ച് കാര്യങ്ങളുടെയൊക്കെ ഒരു ഇൻവോൾവ്മെന്റ്, മാർക്സിസം, അതുപോലെ തന്നെ ഫെമിനിസം, പോസ്റ്റ് മോഡേണിസം, ഇങ്ങനത്തെ സംഭവങ്ങൾ അതിലുള്ള ഒരു ഇൻവോൾവ്മെന്റ് ആണ് ഇതിൽ പറയുന്നത്. മാർക്സിസം ഉട്ടോപ്യൻ സയൻസ് ഫിക്ഷനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതിൽ ഇതിൽ പറയുന്നത് നിലവിലുള്ള നമ്മുടെ രാഷ്ട്രീയം, അതുപോലെ തന്നെ നമ്മുടെ നിലവിലുള്ള നമ്മുടെ സൊസൈറ്റിയുടെ ആ ഒരു അവസ്ഥ, ഇതിനൊക്കെ ഒരു പകരം മറ്റൊരു ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സൊസൈറ്റിയെ കുറിച്ചിട്ട് ചിന്തിക്കുന്ന ഒരു സാഹിത്യം ആണ് ഇതിലൂടെ പറയുന്നത്. അഥവാ ഇത് മാർക്സിസവുമായിട്ട് ബന്ധപ്പെടാൻ നമ്മുടെ ഈ ഒരു സയൻസ് ഫിക്ഷനും മാർക്സിസവുമായിട്ട് ബന്ധപ്പെടാനുള്ള കാരണം ഇത് രണ്ടും എന്താണ് സമൂഹത്തിലുള്ള ഇനീക്വാളിറ്റി, അതിനെതിരെ ചൂഷണം, ക്യാപിറ്റലിസം, അസമത്വം, ഇതിനൊക്കെ എന്തിനാണ് രണ്ടും മാർക്സിസം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ ഒരു സയൻസ് ഫിക്ഷൻ ആയിക്കോട്ടെ, ഇത് രണ്ടും അതിനെതിരെ വിമർശനം ഉയർത്താറുണ്ട്. സോ ആ ഒരു കണക്ഷന് ഈ ഒരു മാർക്സിസം അതുപോലെ തന്നെ ഈ ഒരു സയൻസ് ഫിക്ഷൻ ടോപ്പിൻ സയൻസ് ഫിക്ഷനും തമ്മിലുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ വേറൊരു ടോപ്പിക്കാണ് ഡിസ്റ്റോപ്യ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക്. അതിൽ പറയുന്നത് നമ്മൾ ഉട്ടോപ്യൻ ഇതിൻ്റെ സമൂഹത്തിന് നേർ വിപരീതമാണ് ഡിസ്റ്റോപ്യ എന്ന് പറയുന്നത് ഇതിൽ വരുന്നത്. ഉട്ടോപ്യൻ സമൂഹം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വിഷമങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഭയങ്കര ഒരു ഇമാജിനറി ആയിട്ടുള്ള ഫുൾ ഓഫ് സന്തോഷങ്ങളുടെ ഹാപ്പിനെസ് എൻജോയ്മെൻറ്റിൻ്റെ ഒരു ലോകമാണെങ്കിൽ, ഈ ഡിസ്റ്റോപ്യൻ എന്ന് പറയുന്നതാണ് ഭയങ്കര ചൂഷണമായിട്ടുള്ള ഒരു ഏകാധിപത്യം നിറഞ്ഞ ഒരു സമൂഹത്തെയാണ് അതിലൂടെ കാണിക്കുക എന്നുള്ളതാണ്. മനസ്സിലാക്കി വെക്കുക. അപ്പോൾ വീണ്ടും ആ ഒരു ടേമൊക്കെ നമുക്ക് അടുത്ത യൂണിറ്റിൽ പഠിക്കാനുണ്ട്. അപ്പം അതാണ് ഒരു മാർക്സിസം യൂട്ടോപ്യൻ സയൻസ് ഫിക്ഷൻ തമ്മിലുള്ള ഒരു കണക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫെമിനിസ്റ്റ് സയൻസ് ഫിക്ഷൻ പറയുന്നത്. അഥവാ ഈ ഒരു മാർക്സിസ്റ്റ് സ്വാധീനം വന്നത് പിന്നാലെ തന്നെ എന്താ ചെയ്തു, സയൻസ് ഫിക്ഷന് ഫെമിനിസത്തിന്റെ ആ ഒരു വിമർശനത്തിലേക്ക് അത് മാറി എന്ന് പറഞ്ഞു. നമ്മുടെ സ്ത്രീ ശരീരം, സെക്ഷുവാലിറ്റി, ഈ അധികാരം, തിരിച്ചറിവ്, ഇങ്ങനത്തെ പല സംഭവങ്ങൾ എന്താണ് സാങ്കേതികതയുടെ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വിശകലനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫെമിനിസ്റ്റ് ഫിക്ഷന് ഉപയോഗിച്ചത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ വേറൊരു ചിന്താഗതിയാണ് പോസ്റ്റ് മോഡേണിസം, അതുപോലെ തന്നെ സയൻസ് ഫിക്ഷൻ ആയിട്ടുള്ള ഒരു കാര്യങ്ങളും. ഇതിലും എന്താണ് യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുന്ന പുതിയ വഴികൾ ഇതിലൂടെ ഈ പോസ്റ്റ് മോഡേണിസത്തിലൂടെ നമ്മുടെ യാഥാർത്ഥ്യങ്ങളെ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന പുതിയ വഴികൾ ഇതിലൂടെ തുറക്കുന്നതാണ്. അഥവാ ഒരു ടെക്നോളജി വൈസ് ആയിട്ടും നമ്മുടെ ഒരു പ്രകൃതി കൂടെ ഒരുമിക്കുന്ന ഒരു ലോകത്തിനെയാണ് എന്ത് പറയുന്നത്, ഒരു പോസ്റ്റ് മോഡേണിസം, അതിൻ്റെ ഒരു കണക്ഷൻ അതിലൂടെ പറയുന്നത്. സോ ഇതോടുകൂടെ ഈ ഒരു യൂണിറ്റ് എന്തായിട്ടോ ഇത് ഒന്ന് മനസ്സിലാക്കി വെക്കുന്ന കുറച്ച് കാര്യങ്ങൾ, സയൻസ് ഫിക്ഷനെ കുറിച്ചൊക്കെ കൂടുതൽ മനസ്സിലാക്കി വെക്കുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇതിലുള്ളത്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. കാണാതെ പഠിക്കാമെന്ന് പറയില്ല. അതിനുള്ള സബ് ടോപ്പിക്കുകളൊക്കെ നിങ്ങൾ കാണാതെ പഠിക്കുക. അതിനുള്ളിൽ വരുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നമുക്ക് മനസ്സിലൂടെ മനസ്സിലാക്കി വെക്കാൻ പറ്റുന്ന സംഭവങ്ങളുള്ളൂ. അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക.